കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് കണ്ണൂർ. CPM-ലെയും കോൺഗ്രസിലെയും രണ്ട് മുതിർന്ന നേതാക്കൾ ഇടതും വലതും നിന്ന് പോരാടുമ്പോൾ BJP ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വന്ന C. രഘുനാഥിനെ. KPCC അധ്യക്ഷൻ K. സുധാകരനും CPM-ലെ മുതിർന്ന നേതാവ് MV ജയരാജനും BJP-യുടെ C. രഘുനാഥും ശക്തമായി പോരാടുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കണ്ടറിയണം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. പൗരത്വ നിയമവും ദേശീയ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചാണ് LDF-ന്റെ പ്രചാരണം. K. സുധാകരൻ MP ഫണ്ട് കാര്യമായി ഉപയോഗിച്ചില്ല എന്നതും മുഖ്യ പ്രചാരണ വിഷയമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDF-നൊപ്പമാണ്. അതുകൊണ്ട് ഇത്തവണ അനായാസം ലോക്സഭാ സീറ്റും പിടിക്കാമെന്നാണ് LDF കരുതുന്നത്. ഇത്തവണയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് K. സുധാകരൻ. വലിയ തോതിലുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ K. സുധാകരൻ നടത്തുന്നത്. പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് പ്രചാരണം. CPM-ന് പാർട്ടി ഗ്രാമങ്ങളുള്ളതുപോലെ കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ണൂരിലെ കുടിയേറ്റ മലയോര മേഖലകളിൽ ശക്തമായ സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന C. രഘുനാഥാണ് NDA സ്ഥാനാർത്ഥി. RSS-ന് പല മേഖലകളിലും ശക്തമായ സ്വാധീനമുണ്ട്. പരമാവധി വോട്ടുകൾ നേടി കണ്ണൂരിൽ ശക്തി തെളിയിക്കുക എന്നതാണ് BJP-യുടെ പ്രാഥമിക ലക്ഷ്യം. പ്രവചനാതീതമാണ് കണ്ണൂരിലെ മത്സരഫലം. മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ LDF-നെയും UDF-നെയും മണ്ഡലത്തിലെ ജനം പിന്തുണച്ചിട്ടുണ്ട്. അതാത് സമയത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും സ്ഥാനാർത്ഥികളോടുള്ള താൽപ്പര്യവും കണ്ണൂരിൽ വോട്ടാകാറുണ്ട്. CPM-നും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ പ്രമുഖ നേതാക്കന്മാർ ഏറ്റുമുട്ടുന്നതോടെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കണ്ണൂർ മാറി. അഭിപ്രായ സർവേ ഫലങ്ങളിൽ ചിലത് LDF ജയിക്കുമെന്നും ചിലത് UDF ജയിക്കുമെന്നും സൂചിപ്പിക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് കണ്ണൂരിലെ ശക്തമായ പോരാട്ടത്തിലേക്കു തന്നെയാണ്. കോൺഗ്രസിന്റെ അനുഭാവിയായിരുന്ന രഘുനാഥ് കോൺഗ്രസിന്റെ വോട്ട് മറിക്കുമോ എന്ന സംശയവും ചിലർ ഉയർത്തുന്നു. CPM-നും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ പ്രമുഖ നേതാക്കന്മാർ ഏറ്റുമുട്ടുന്നതോടെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കണ്ണൂർ മാറി.